നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വിളിച്ചാലോ? സോ ലെറ്റ് മീ വെൽക്കം സൂര്യ മഹാദേവൻ ഫ്രം ട്രിവാൻഡ്രം. സൂര്യ മഹാദേവൻ, നല്ല ചിരിയൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അത്രയും സന്തോഷമുണ്ടോ ഉള്ളില്? ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ് ആ എക്സൈറ്റ്മെന്റ്? ഫസ്റ്റ് ടൈം ഇത്രയും വലിയ ചാനലിൽ ഇത്രയും വലിയ റിയാലിറ്റി ഷോയിൽ ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലേ? ഇത്രയും വലിയ ജഡ്ജസിന് മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലേ? ഹായ്, എൻ്റെ പേര് സൂര്യ മഹാദേവൻ. ഞാൻ ട്രിവാൻഡ്രം കിള്ളിപ്പാലത്താണ് താമസിക്കുന്നത്. ചിന്മയ വിദ്യാലയ ആറ്റുകാൽ എന്ന സ്കൂളിൽ ഞാൻ 7th ഗ്രേഡ് പഠിക്കുന്നു. ഞാനിപ്പോൾ പാട്ട് 5 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. ഈ ഫ്ലോറിൽ എത്താൻ കഴിഞ്ഞ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും നന്ദി പറയുന്നു. ഇതെൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. അപ്പോൾ എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം. സൂര്യ, 2 സൂര്യ ഉണ്ട് അല്ലേ ഇവിടെ? നമുക്ക് വേറെ ഫ്രണ്ടും കൂടി ഇല്ലേ, സൂര്യനാരായണൻ. ഓക്കെ, അപ്പോൾ ഈ പാട്ട് നല്ല ഭയങ്കര മെലിഫ്ലൂസ് ആയിട്ട് ഇങ്ങനെ പോയി. ഇനി അടുത്ത ഏതാ പാടണേ? അടുത്ത ഫാസ്റ്റ് സോങ് മാർഗ
സൂര്യമഹാദേവൻ എന്തായിരുന്നു ഇവിടെ? തിളങ്ങുമായിരുന്നല്ലോ ഇവിടെ സൂര്യനെ പോലെ. അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കണ്ടേ? ഇപ്പം ഞാൻ പറയുന്നത് തിരിച്ചിങ്ങോട്ട് പറയണം. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ന് ഞാൻ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഇപ്പം എന്താ കണ്ണടയ്ക്കാത്തത്? ഇപ്പോൾ പറഞ്ഞപ്പോൾ കണ്ണടച്ചോ? ലയോൺ ഇല്ല. അപ്പോൾ പാട്ടായിട്ട് പാടുമ്പോൾ, അതായത് മ്യൂസിക്കായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളറിയാതെ നമ്മൾ കണ്ണടയ്ക്കും. അതെന്തുകൊണ്ടാണ് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ യു ബിക്കം വൺ വിത്ത് യുവർ സെൽഫ്, അപ്പോഴാണ് മ്യൂസിക് വരുന്നത്. അതാണ് ഉള്ളിൽ നിന്ന് സംഗീതം വരുന്നതെന്നൊക്കെ പറയുന്നത് അല്ലേ? അത് മോൻ്റെ ജന്മനാനുള്ള ടാലൻ്റാണ് കാണിക്കുന്നത്. അതിനൊരു എന്താ പറയുക, ആ ടാലൻറ്റിനെ ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. കണ്ണടച്ച് നമുക്ക് വേണ്ടി മാത്രം പാടി നമുക്ക് രസിക്കാം, അങ്ങനെ അറിയാം. പക്ഷേ ഒരു ഓഡിയൻസിന് വേണ്ടി വരും പാടുമ്പോൾ ഇവരൊക്കെ കാത്തിരിക്കുന്ന എന്താണ്, മോന് അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി പാടുന്നതാണെന്ന് അവർക്ക് തോന്നണം. അപ്പോൾ എനിക്ക് ആ പല്ലവി ഇങ്ങനെ ഇവർക്ക് വേണ്ടി പാടുന്നതായിട്ടൊന്ന് പാടിത്തരണം. ഓക്കെ? അരികിൽ നീയുണ്ടാ, അങ്ങനെ പോട്ടെ. മുമ്പേക്കും ചേച്ചിമാരെ കണ്ടല്ലേ, ചേച്ചിമാരൊക്കെ നോക്കി പാടുക. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ. എന്നെയും കാണാടഞ്ഞു വന്നു. അത് ശീലിച്ചാണ്, അത് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു തുടക്കമല്ലേ മോനെ? ഗംഭീരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഗംഭീരമായിട്ട്, ആത്മാർത്ഥമായിട്ട് പറയാണ്. വളരെ അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. അതായത് എക്സ്പെഷ്യലി ഈ മാർഗഴിയെ മല്ലികെ എന്നുള്ളത് അടിച്ച് പൊളിച്ച് പാടി. ഒരു സംഗതി ലാസ്റ്റിലിട്ടല്ല, അത് അതിനകത്തുണ്ടോ? അങ്ങനെ ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഉണ്ടല്ലേ? അത് ചോദിച്ചെന്നേ ഉള്ളൂ. കാരണം ഇതിനിടയിൽ അങ്ങനെ ഒരു സംഗതി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും നന്നായിരുന്നു, അത് കാര്യം കൊള്ളായിരുന്നു. അത് നന്നായിട്ട് പാടി. ആദ്യത്തേത് ലയിച്ച് പാടി. പക്ഷെ അത് ഈ കണ്ണടപ്പ് ഒന്നിപ്പം അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ, അങ്ങനെ ഒന്ന് കണ്ണ് തുറന്ന് പാടിക്കൂടെ? ശ്രമിക്കാം സർ. ഒറ്റ പ്രാവശ്യം ഒന്ന് ശ്രമിച്ചേ. ഇന്നാക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഫൈനൽ ഇത് തരികയാണ്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു പ്രാവശ്യം കണ്ണടച്ചു കേട്ടോ. ഒറ്റ പ്രാവശ്യം. ഒന്നുകൂടെ ആലോചിക്കണം. സൂര്യയുടെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്. ഒന്ന്, അടുത്ത സെക്ഷനിലോട്ട് പോവുക, അടുത്ത റൗണ്ടിലോട്ട് പോവുക. അത് വേണോ, നല്ല ചൂട് ചിക്കൻ ബിരിയാണി വേണോ? ബിരിയാണി ഇല്ല, ബിരിയാണി പിന്നെയും കിട്ടുമല്ലോ. ഭയങ്കര ഭക്ഷണപ്രിയനാണ് അല്ലേ ബിരിയാണി? ആണോ? എത്ര ബിരിയാണി കഴിക്കും ഒരു ദിവസം? ഒന്ന് കഴിക്കുള്ളൂ, പക്ഷെ ഏറ്റവും ഇഷ്ടം ബിരിയാണി. അപ്പോൾ ഡെയിലി കഴിക്കും? ഡെയിലി ഇല്ല, ഒരു ആഴ്ചയിൽ 7 ദിവസം. ഇല്ല, 4-5 ദിവസം. 5 ദിവസം, 2 ദിവസം വിട്ടുകൊടുത്തു. MGG, ഞാനൊരു ഇന്റർവ്യൂവിൽ കേട്ടു MGGക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിരിയാണിയാണെന്ന്. സത്യമാണോ? എന്താ സംശയം? ആണ്. അതെ. അപ്പൊ നമ്മൾ 2 ബിരിയാണി ലവേഴ്സിനാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. എനിക്കും ഇഷ്ടം ബിരിയാണിയാണ്. എനിക്കും അതെ. പക്ഷെ ഇവന്റെ ഫേവറേറ്റ് എന്താണെന്നറിയോ? ഇവന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്സ് ആണ്. ബിരിയാണിനേക്കാളും ഇഷ്ടം ഇവന് ചോക്ലേറ്റ്സ് ആണ് അല്ലേ? അതെ, പക്ഷേ ഇപ്പൊ കുറച്ച് മാസമായിട്ട് ചോക്ലേറ്റ്സ്. അതെന്ത് പറ്റി? കഴിക്കും.